നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കിയതോടുകൂടി വലിയ മാറ്റങ്ങളാണ് അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിൽ ഉണ്ടായത്. നമുക്കറിയാം, കളത്തിനകത്തും പുറത്തും വലിയ വളർച്ച കൈവരിക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം മെസ്സി ആ ഒരു ക്ലബിന് നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. അതായത് അവർ ലീഗ്സ് കപ്പ് കിരീടമായിരുന്നു മെസ്സിയുടെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയിരുന്നത്. ആ ടൂർണമെന്റിൽ തിളങ്ങിയത് മെസ്സി തന്നെയാണ്. ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും സ്വന്തമാക്കിയത് മെസ്സി തന്നെയായിരുന്നു. ലീഗ്സ് കപ്പ് നേടിയതോടെ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് നേരിട്ട് യോഗ്യത കരസ്ഥമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. നോർത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് ആണ് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പ്. ഈ ചാമ്പ്യൻസ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ നാഷ്വില്ലയെയാണ് ഇന്റർ മയാമി ഇനി നേരിടുക. ഇക്കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ റൗണ്ട് പോരാട്ടത്തിൽ മികച്ച വിജയം നേടിക്കൊണ്ടാണ് നാഷ്വില്ല ഇപ്പോൾ പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നത്. ഇരുവാദങ്ങളിലുമായി എതിരില്ലാത്ത 7 ഗോളുകൾക്കാണ് നാഷ്വില്ലെ മോക്കയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു തകർപ്പൻ വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്റർ മയാമിയെ നേരിടാൻ അവർ ഒരുങ്ങി വരുന്നത്. വരുന്ന മാർച്ച് 8-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇന്റർ മയാമിയും നാഷ്വില്ലയും തമ്മിലുള്ള ഈ ഒരു ആദ്യ മത്സരം നടക്കുക. ഒരു കടുത്ത പോരാട്ടം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അമേരിക്കൻ ലീഗിൽ ഒരു വിജയവും ഒരു സമനിലയുമാണ് ഇപ്പോൾ ഇന്റർ മയാമി നേടിയിട്ടുള്ളത്. ലയണൽ മെസ്സി ആവട്ടെ ഒരു ഗോളും ഒരു അസിസ്റ്റും ഈ സീസണിൽ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. അതേസമയം നാഷ്വില്ലെ തങ്ങളുടെ ലീഗിലെ ആദ്യ മത്സരത്തിൽ ഗോൾ രഹിത സമനിലയാണ് വഴങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.